പ്രിയപ്പെട്ടവരെ, വിശ്വാസ തിരുസംഘത്തിൻ്റെ ചെറിയ ഒരു ലേഖനം അടുത്തയിടെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. വിശ്വാസികളുടെ മാതാവ് എന്ന പേരിലുള്ള പ്രസ്തുത ആ ലേഖനം വന്നതിൽ പിന്നെ, തിരുവെഴുത്ത് വന്നതിൽ പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി അടിമ സമർപ്പണത്തിന് അർത്ഥമുണ്ടോ? എന്തിനാണ് ഇനി ജപമാല പ്രാർത്ഥന ചൊല്ലുന്നത്? എന്തിനാണ് ഇനി മാതാവിൻ്റെ മധ്യസ്ഥം തേടുന്നത് എന്നതൊക്കെ. ശരിയാണ്, പരിശുദ്ധ പിതാവ് രണ്ടു കാര്യങ്ങൾ അതിലെടുത്തു പറയുന്നത്. ഒന്ന്, രക്ഷാകര കർമ്മത്തിൽ യേശു മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കുരിശിലെ യാഗം അവിടുന്ന് വ്യക്തിപരമായി അർപ്പിക്കുകയും രക്ഷ സ്ഥാപിച്ചത് ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെയും പീഡാസഹനത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയുമാണ്. അതാണ് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആകാശത്തിനും ഭൂമിക്കും മധ്യസ്ഥനായിട്ട് ഒരാളെയുള്ളൂ, അത് നമ്മുടെ കർത്താവായ ക്രിസ്തുവാണ് എന്ന്. ഈ രണ്ടു കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുന്നതാണ്, നമ്മളെല്ലാവരും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് മറിയത്തിൻ്റെ മധ്യസ്ഥം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്കറിയാം, ഒരു ഭവനത്തിൽ കുടുംബനാഥനായിരിക്കും എല്ലാ കാര്യങ്ങളും കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത്. എങ്കിലും മക്കൾ എപ്പോഴും നേരിട്ടല്ല ആ പിതാവിനോട് വേണ്ട കാര്യങ്ങൾ ചോദിക്കുക. കാരണം അവർക്ക് ശരിയാവണ്ണം ചോദിക്കുവാനായിട്ട് അറിയില്ല. അതുകൊണ്ട് അവർ അമ്മയുടെ സഹായം തേടാറുണ്ട്. അമ്മയാണ് അവർക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നറിയിക്കുകയും പിതാവ് അത് നടത്തിക്കൊടുക്കുകയും ചെയ്യുന്നത്. അതുപോലെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം. രക്ഷണീയ കൃപകൾ ക്രിസ്തുവാണ് ഈ ലോകത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ രക്ഷണീയമായ കൃപകൾ എപ്രകാരമാണ് നാം ചോദിച്ചു വാങ്ങുക, ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ മനുഷ്യരായി നമ്മെ സംബന്ധിച്ചിടത്തോളം പല പരിമിതികളൊക്കെ ഉണ്ട്. അവിടത്തോട് ചോദിക്കുന്നതിനും അവിടത്തോടുള്ള ആദരനിമിത്തം അവിടത്തെ സമീപിക്കുന്നതിനുമൊക്കെ. ഇത്തരുണത്തിലാണ് പരിശുദ്ധ അമ്മ നമ്മുടെ സഹായികയായിട്ട് നമുക്ക് വേണ്ടി ഈശോയോട് ചോദിക്കുകയും പിതാവിനോട്, പരിശുദ്ധാത്മാവിനോട് നമുക്ക് വേണ്ടി ആരായുകയും ത്രിത്വൈക ദൈവത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമ്മാനമായി പരിശുദ്ധ അമ്മ വാങ്ങി നൽകുകയും ചെയ്യുന്നത്. എന്താണ് അടിമ സമർപ്പണം എന്നുള്ളതും നാം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ അടിമ സമർപ്പണ ഹോളിൽ ഒരു നീല ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട് എന്താണ് അടിമ സമർപ്പണമെന്ന്. അവിടെ എഴുതിയിട്ടുള്ളത് ഞാൻ വായിക്കുകയാണ്. യേശു ക്രിസ്തുവിന് മറിയത്തിലൂടെ, മറിയത്തിനു വേണ്ടി, മറിയത്തിൽ തന്നെ, മറിയത്തോടൊപ്പം ഒരുവൻ നടത്തുന്ന സ്വയ അർപ്പണമാണ് അടിമ സമർപ്പണം. 33 ദിവസത്തെ അടിമ സമർപ്പണത്തിൻ്റെ പുസ്തകത്തിലും ഇതുതന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യേശു ക്രിസ്തുവിന് മറിയത്തിലൂടെ, മറിയത്തിനു വേണ്ടി, മറിയത്തിൽ തന്നെ, മറിയത്തോടൊപ്പം ഒരുവൻ നടത്തുന്ന സ്വയ അർപ്പണമാണ് അടിമ സമർപ്പണം എന്നത്. എന്താണ് അടിമ സമർപ്പണത്തിൻ്റെ ലക്ഷ്യം? അടിമ ഹോളിൽ ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്. ത്രിത്വൈക ദൈവവുമായുള്ള ഐക്യമാണ് ആത്യന്തികമായി അടിമ സമർപ്പണത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ മാർഗം എന്താണ്? അതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിയത്തിലൂടെ, മറിയത്തിനു വേണ്ടി, മറിയത്തോടൊപ്പം ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയുമാണ് അടിമ സമർപ്പണം ചെയ്യുന്ന ഒരാൾ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത് എന്ന്. നമുക്കറിയാം, പരിശുദ്ധ കന്യകാമറിയം മംഗളവാർത്ത സ്വീകരിക്കുന്ന അവസരത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്നതാണ് പറയുക.
ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. പരിശുദ്ധ അമ്മ ദൈവത്തിന് മുന്നിൽ സ്വയം ദാസിയായിട്ട് സമർപ്പിക്കുന്നു. ഇതുപോലെ പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിന്, ത്രിത്വിക ദൈവത്തിന് നമ്മെ തന്നെ ഒരു ദാസനായി, ദാസിയായി, ഒരു അടിമയായി സമർപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അടിമ സമർപ്പണം. എന്തുകൊണ്ടാണ് മറിയത്തിലൂടെയാണ് ഈ അടിമ സമർപ്പണം നടത്തുന്ന ആളുകൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറിയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കുരിശിൽ കിടക്കുന്ന വേളയിൽ നമ്മുടെ കർത്താവ് പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ. അന്നു മുതൽ യോഹന്നാൻ പരിശുദ്ധ അമ്മയെ കുടുംബത്തിൽ സ്വീകരിച്ചു എന്നതാണ് തിരുവചനം നമ്മോട് പറയുക. ഇതുപോലെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് ഒരു മകൻ, മകള് നടന്നു നീങ്ങുന്നതാണ് അടിമസമർപ്പണം. നമുക്കറിയാം, യോഹന്നാൻ, തിരുസഭ, ആദിമസഭ തങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ചെയ്തത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് പെന്തക്കോസ്താ ദിവസം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭ്യമാകുക.